രാഷ്ട്രീയ പ്രേരിതമാണ്, ഇലക്ഷനാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പി.കെ. ഫിറോസ്. അദ്ദേഹം 10 വർഷമായി എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ നോമിനേഷൻ കൊടുക്കാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു നോമിനേഷൻ വേളയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ അഭിമാനമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ഒരു മികച്ച സംഘാടകനും രാഷ്ട്രീയ ബോധവുമുള്ള പക്വതയാർന്നിട്ടുള്ള ഒരു യുവ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയം കൊടുവള്ളിയിൽ ഉറപ്പാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടുവള്ളിയിൽ പാർട്ടി വിട്ടു പോയവരും മുൻ MLA-മാരായവരൊക്കെ തിരിച്ചു വന്ന് UDF-ൻ്റെ അടിത്തറ ശക്തി പകർന്നിരിക്കുകയാണ്. അതേ മാത്രമല്ല പലരും പാർട്ടി CPM-ൽ നിന്നും LDF-ൽ നിന്നൊക്കെ പാർട്ടി വിട്ട് UDF അംഗണത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു UDF മികച്ച വിജയം നേടുന്നതിൻ്റെ സൂചനയാണ് അത്തരത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഈ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ പാണക്കാട് കുടുംബത്തിനെങ്കിലും ഇത്തരം വിമർശനം ഉണ്ടാവാറില്ല. സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടായോ, ദുഃഖം തോന്നിയോ? അല്ല, അതൊക്കെ വെറും ഫേക്കാണെന്നും അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് അതിൽ സ്വാഭാവികമായും ഇങ്ങനെ സമൂഹ മാധ്യമത്തിൽ തേജോധനം ചെയ്യുമ്പോൾ പ്രയാസമുണ്ടാവും. പക്ഷെ അത് രാഷ്ട്രീയപരമായും നിയമപരമായും നമ്മൾ നേരിടും. അതിനുവേണ്ട എല്ലാ നടപടികളുമായി പാർട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോസ്റ്റിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിയമപരമായുള്ള ഏത് നീക്കുപോക്കുകളാണോ സാധുതമായത് ആ രീതിയിൽ അതിനെ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ അതിനകത്ത് കൂടുന്നുണ്ട്. ഇപ്പോൾ KT ജലീൽ അടക്കം പോസ്റ്റ് ഇട്ടു, ഒരിക്കലും ഇങ്ങനത്തെ ആളല്ല, അദ്ദേഹത്തിനെതിരെ തേജോവധത്തിനുള്ള അല്ല. ഇപ്പോൾ ശരിയല്ല എന്ന് ആളുകളെ തേജോവധം ചെയ്യാൻ ഒരു സോഷ്യൽ മീഡിയ മതി. അതിൽ രാഷ്ട്രീയ പ്രേരിതം ഉണ്ടാവും, വ്യക്തിപരമായ ഉദ്ദേശം ഉണ്ടാവും. അതുപോലെ പല രീതിയിലും ഇപ്പോൾ പാണക്കാട് കുടുംബത്തിനോട് ശത്രുതയുള്ളവരുണ്ടാവും. അപ്പോൾ ആ രീതിയിലൊക്കെ എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതാരും ആ രീതിയിൽ അത് വിശ്വസിക്കില്ല, അത് അത്രയധികം രീതിയിൽ ഗൗരവത്തിലെടുക്കില്ല, അതിന് വലിയ വില നൽകേണ്ടി വരും. അല്ല, എതിരാളികളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, എതിരാളികൾ ഇപ്പോൾ ജനാധിപത്യ രാജ്യത്ത് സംവിധാനത്തിൽ എതിരാളുണ്ടാവും. അപ്പോൾ ആ എതിരാളികൾ ഏത് നിലയും മനുഷ്യനെ തേജോവധം ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായി ഉള്ള ഒന്നാണെന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കും. ചെയ്തവൻ ഏത് പൂമോനാണെങ്കിലും ശരി, ഇത് വേദനിപ്പിച്ചിരിക്കുന്നത് പാണക്കാട്ടെ കുടുംബത്തെയോ സാദിഖലി തങ്ങളെയോ ഒന്നും മാത്രമല്ല, അതിലൊക്കെ ഏറെ ഒരു വലിയ ഒരു വിഭാഗം ജനത്തിന് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ പല രീതിയിൽ പാണക്കാട്ടെ കുടുംബവും പാണക്കാട്ടെ സെയ്തന്മാരും പാണക്കാട്ടെ തങ്ങന്മാരും അത് കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷത്തിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബമാണ്, വ്യക്തിത്വങ്ങളാണ്. അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ഇത്തരം സോഷ്യൽ മീഡിയയിലെ ചീഞ്ഞു നാറുന്ന കഥകൾക്ക് സമാനമായി ഒരു വ്യക്തിയെ ഇങ്ങനെയധികം തേജോവധം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. എത്രമാത്രം മോശപ്പെട്ട ഒരു ഏർപ്പാടാണ്. ഒരു മനുഷ്യനാണ് എന്ന് ഒരു മനുഷ്യനായ വ്യക്തിക്ക്, അല്ലേ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കൈയും കാലും തലയും മുടിയും മീശയും താടിയും പല്ലും നഖവും ഒക്കെയുള്ള ഒരു ഫിസിക്കലി ഒരു മനുഷ്യന് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണല്ലോ ഇത് ചെയ്തത്. പക്ഷേ മനുഷ്യൻ എന്ന വാക്കിനൊരു അർത്ഥം, മറ്റൊരർത്ഥമുണ്ടല്ലോ. ആ അങ്ങനെ ഒരർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്. പാണക്കാട്ടെ കുടുംബം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല, പാണക്കാട്ടെ പടി കടന്ന്, ആ പാണക്കാട്ടെ ഗേറ്റ് കടന്ന്, പാണക്കാട്ടെ പടിവാതിൽക്കൽ കടന്ന് അവിടേക്ക് എത്തുന്ന മനുഷ്യരുടെ വിശ്വാസമോ മതമോ ജാതിയോ അവരുടെ രാഷ്ട്രീയമോ ഒന്നും തന്നെ തങ്ങൾമാർ ഇന്നുവരെ അന്വേഷിച്ചിട്ടില്ല. അവിടെ എത്തിയവരാരും വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടുമില്ല. അവിടെ എത്തിയവർക്കൊക്കെ ആശ്വാസമാകാൻ ആ കുടുംബത്തിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതിലൊക്കെ ഉപരി, രാഷ്ട്രീയ നേതാവ് എന്നതിനൊക്കെ ഉപരി ഒരു 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 സാമുദായിക നേതാവ്, ഒരു ആത്മീയ നേതാവ് കൂടിയാണ് പാണക്കാട്ടെ തങ്ങൾ. ആ തങ്ങൾക്കെതിരെ എന്തിനാണ് ഇത്ര വലിയ നീചമായ ഒരു ഏർപ്പാട് ഈ ക്രിമികൾ നടത്തുന്നത് എന്നുള്ളതാണ്.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനം വിധി എഴുതും. പാണക്കാട്ട് തങ്ങന്മാരാണോ വിധി എഴുതുന്നത്? അല്ലല്ലോ. ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനം വിധി എഴുതും. ആ വിധി എന്ത് തന്നെയാണെങ്കിലും ഇപ്പം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ പലപ്പോഴും തോറ്റിട്ടുണ്ട്. ലീഗ് അധികാരത്തിൽ വന്ന സമയമുണ്ടായിട്ടുണ്ട്, അധികാരത്തിൽ എത്താതെ പോയ സമയമുണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് കരുതിയിട്ട് പാണക്കാട്ട് തങ്ങളൊന്നല്ലല്ലോ വിധി എഴുതുന്നത്, കേരളത്തിലെ ജനങ്ങളല്ലേ. ആ ജനങ്ങൾ വിധി എഴുതുമ്പോൾ പാണക്കാട് നിന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പോരാത്തതിന് ഈ തെരഞ്ഞെടുപ്പ് വലിയൊരു തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന, വിശ്വസിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ ഒരു മനുഷ്യനെ, അതും സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളിൽ ഇരിക്കുകയും വലിയ രീതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് വ്യക്തിഹത്യ നടത്തുവാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അതിനു മാത്രമുള്ള എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കുള്ളത്? അതിനു മാത്രമുള്ള എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? രാജ്യത്ത് നമുക്കെല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയുവാനും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമുക്കുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യങ്ങൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാകരുത് എന്നുള്ളതാണല്ലോ. ഇത് ആ ഒരു വ്യക്തിയെ, ഒരു മഹൽ വ്യക്തിയെ, ആ വ്യക്തിയെ ഇത്രയധികം ടാർഗറ്റ് ചെയ്ത് ഒരു കാര്യം വ്യക്തമല്ലേ? ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താ? പാണക്കാട്ട് തങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണോ? അല്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇങ്ങനെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ തങ്ങളെ പിന്തുണക്കുന്ന തങ്ങളുടെ പട്ടാളമായിട്ടുള്ള ഹരിത പതാക നെഞ്ചിലെത്തിയ ഒരു വിഭാഗമുണ്ട്. അവർ പ്രകോപിതരാകും അല്ലേ? അവർ പ്രകോപിതരായാൽ അവർ തിരിച്ചെന്തെങ്കിലും ചെയ്യും. അവർ തിരിച്ചെന്തെങ്കിലും ചെയ്താൽ അതിലൂടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ നടത്തുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ഇമ്മാതിരി തെമ്മാടിത്തരങ്ങൾ ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു പറ്റം ആളുകളായിട്ട് കേരളത്തിലെ CPM അധപ്പതിച്ചിരിക്കുന്നു. ഇത് കാലാകാലങ്ങളായിട്ടുള്ളതാണ് അല്ലേ? കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഇതുപോലെ മറ്റൊരു വ്യക്തിയെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തു, വളഞ്ഞിട്ട് ആക്രമിച്ചു, ഉപദ്രവിച്ചു, മാധ്യമ വിചാരണ നടത്തി അല്ലേ? അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഞാൻ ചോദിക്കുകയാണ് സഖാക്കളോട്, എടോ സഖാക്കളെ, 10 വർഷം ഭരിച്ചിട്ട് അധികാരം, ഞങ്ങൾക്ക് അധികാരം തരണമെന്ന് ജനങ്ങളോട് പറയാൻ 10 വർഷം ഭരിച്ചിട്ട് കയ്യിൽ ഒന്നുമില്ലേ നിങ്ങളുടെ കൈകളിൽ? എന്തൊരു തെമ്മാടിത്തരമാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഇതേ തെമ്മാടിത്തരം നിങ്ങൾ മുൻപും കാണിച്ചിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോടാണ് ഇതേ തെമ്മാടിത്തരം നിങ്ങൾ കാണിച്ചത്. ഏതോ ഒരു സ്ത്രീയുടെ കത്തിന് പിറകെ കൂടിയിട്ട് ആ ഒരു വ്യക്തിയെ നിങ്ങൾ തേജോവധം ചെയ്തു അല്ലേ? അപ്പോൾ അതേ ആളുകൾ വീണ്ടും ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാ. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രമാത്രം ഹീനമായ പ്രവർത്തികൾ ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരൊറ്റ കാര്യം. ഒരു കലാപമുണ്ടാക്കിയിട്ട് ഈ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം തകർക്കാനാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇടപെടേണ്ട രീതിയിൽ, കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. മനസ്സിലായില്ലേ? ഒരു വ്യക്തിയെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും പല ആരോപണങ്ങളൊക്കെ വരാറുണ്ട്, വിമർശനങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ആരോപണങ്ങളോ വിമർശനങ്ങളാണോ? ഇത് ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ചെയ്തു കൂട്ടിയ അപരാധങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അധിക്ഷേപിക്കുവാനും തേജോവധം ചെയ്യുവാനും വ്യക്തിഹത്യ ചെയ്യുവാനും ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്ക് തെറ്റി മക്കളെ, നിങ്ങൾക്ക് തെറ്റി. ഇത് മുസ്ലിം ലീഗാണ്. ആ തങ്ങളുടെ നേരെ കൈയോങ്ങിയാൽ തങ്ങളെ അങ്ങനെ വേട്ടക്കിട്ടുകൊടുത്തിട്ട് മാറി നിൽക്കുന്ന ഏർപ്പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ.
ഇത് വേദനിച്ചിരിക്കുന്നത് പാണക്കാട്ടെ തങ്ങൾക്ക് മാത്രമല്ല, ആ കുടുംബത്തിന് മാത്രമല്ല വേദനയുണ്ടായിരിക്കുന്നത്. ഇത് അതിനേക്കാളൊക്കെ ഉപരി വല്ലാത്ത വേദനകൾ മനസ്സിൻ്റെ ഉള്ളിൽ കടിച്ചമർത്തിക്കൊണ്ട് ഒരു വിഭാഗം ജനം ഇവിടെയുണ്ട്. അവരെ തെരുവിലേക്ക് ഇറക്കരുത് എന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ. അത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. അന്തംഗം ഈ അടിമകളെ, ക്രിമിനൽ തെമ്മാടികളെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്രയും നീചമായ വൃത്തികെട്ട ഒരു ഏർപ്പാട് അത് ഒരു 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 സമൂഹത്തിന്, ഒരു മനുഷ്യരാശിക്ക് യോജിച്ചതല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്ത് ചെയ്യാനല്ലേ, എന്ത് ചെയ്യാനാ? പിണറായി വിജയൻ്റെ അടിമകളായിട്ടുള്ള തീട്ടം നക്കികൾ, ഞങ്ങൾ തീട്ടം മാത്രമേ നക്കൂ എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എത്രയൊക്കെ നിയമം നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും പേപ്പട്ടി വല്ലാതെ അങ്ങ് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും. അതുകൊണ്ട് നിയമം കയ്യിലെടുപ്പിക്കുവാനുള്ള ഒരവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. നിയമം കയ്യിലെടുക്കുവാനുള്ള ഒരു സ്ഥിതി, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഞങ്ങളെ നിങ്ങൾ നിർബന്ധിച്ച് കൊണ്ടു ചെന്നെത്തിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ഇതിൽ ഞങ്ങൾക്ക് വല്ലാതെ വേദനിച്ചിട്ടുണ്ട്, മനസ്സ് നൊന്തിട്ടുണ്ട്. ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് പറയാ, പാണക്കാട്ട് തങ്ങൾക്കെതിരെ കുരക്കാൻ ഏതെങ്കിലും പേപ്പട്ടികൾ തുനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് കുഴി ഒരുക്കി വെച്ചിട്ട് ഇറങ്ങി വന്നോളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? കബറ് കുത്തി ഒരുക്കി വെച്ചിട്ട്. കാരണം പേപ്പട്ടിയെ കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഉണ്ടാവാത്ത ഒരു ദയയും ഇത്തരക്കാരൊരു ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ശ്രമിക്കുന്നത് ഇത് തീക്കളിയാണ്. ഇത് പാണക്കാട്ടെ തങ്ങൾക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. അതിന് ഞങ്ങളാരും സമ്മതിക്കുകയുമില്ല. പക്ഷേ അവിടുത്തെ മനസ്സൊന്ന് നൊന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പകരം ചോദിക്കാതെ ഇത് എവിടെയും ചെന്ന് അവസാനിക്കില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളി. മനസ്സിലായില്ലേ? ഇതൊന്നും എവിടെയും അത്രയും പെട്ടെന്ന് മായ്ച്ചു കളയാനോ മറന്നു കളയാനോ കഴിയുന്ന ഒരു കാര്യമല്ല സംഭവിച്ചിരിക്കുന്നത്. ആവർത്തിച്ചു പറയുന്നു, ഇത് തീക്കളിയാണ്. ഈ കളി വേണ്ട. എന്താണെങ്കിലും ഫേസ്ബുക്കും പ്രൊഫൈൽ ഐഡിയും ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്രയൊക്കെ ഡിലീറ്റ് ചെയ്താലും ഏത് മറ്റവിടത്തെ ഏത് പുന്നാര മോനാണെങ്കിലും കണ്ടെത്തിയിരിക്കും. അതിന് വേണ്ട സജ്ജീകരണങ്ങളും അതിന് വേണ്ട സിസ്റ്റവും അതിന് വേണ്ട ടെക്നോളജിയും ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങൾ അതിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനി ഏത് പുന്നാരമോൻ കടലിനക്കരെ കടന്ന് കടലിനപ്പുറത്തിരുന്ന് ചെയ്യുന്നതാണെങ്കിലും ശരി, അവൻ്റെ ആ പാതാളത്തിൽ ചെന്ന് അവനെ പൊക്കുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും വേണ്ട. കാരണം അത്രമേൽ മുറിവേറ്റിട്ടുണ്ട് മനസ്സിന്. ആ വേദന പകരം ചോദിക്കാതെ ആ വേദനയങ്ങ് അടങ്ങില്ല. ഈ വേദനക്ക് മറ്റു മരുന്നുകളില്ല. മെഡിക്കൽ ഷോപ്പുകളിലോ ഡോക്ടർമാരോ നൽകുന്ന മരുന്നുകൾ ഈ വേദനക്ക് പകരമാകില്ല, വേദനാ സംഹാരിയാവില്ല. ഇതിന് പകരം ചോദിക്കാതെ കാലം കടന്നു പോകില്ല എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്.